എടാ മക്കളെ, നമ്മുടെ നാളത്തെ എക്സാമിനേഷൻ സോഷ്യൽ സയൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ഇത് എന്താ പറയുക, പ്രഡിക്ഷൻ അങ്ങനെയൊന്നുമല്ല, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നോക്കാണ്ട് ആരും പോകരുത്, ഇത് പഠിക്കാണ്ട് ആരും പോകരുത്. ഈ മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും, എക്സാം ഹാളിൽ പരീക്ഷാ പേപ്പറിൽ ഉണ്ടാവും. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ 4th ചാപ്റ്ററിൽ നിന്ന് ഇതുപോലുള്ള സിമ്പിൾസ് വന്നിട്ട് അതിന്റെ കളർ നിങ്ങൾക്ക് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ തന്നിട്ട് ഇത് എന്താണ് സംഭവം, ചിഹ്നങ്ങൾ തന്നിട്ട് ഇത് എന്താണെന്ന് എഴുതാൻ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും ശരിയാണ്, എളുപ്പമാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തത്, ഇത് നമ്മളെല്ലാവരും പറയും ഇത് സെറ്റിൽമെന്റ് ആണെന്ന് പറയും. ഇത് സെറ്റിൽമെന്റ് ആണ് അഥവാ വാസസ്ഥലമാണ് നമ്മൾ എഴുതിയേക്കും, വാസസ്ഥലം എന്ന് എഴുതിയേക്കും. പക്ഷെ ഇതിന് പ്രശ്നമുണ്ട്, ഇത് വെറും സെറ്റിൽമെന്റ് അല്ല, ഇതൊരു ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ആണ്. ക്ലസ്റ്റേർഡ് എന്ന് വെച്ചാൽ ലിസൺ, അതായത് ഒരുപാട് സെറ്റിൽമെന്റ് ഒരുപാട് സെറ്റിൽമെന്റ് കൂടി ചേർന്നത്, അതായത് കേന്ദ്രീകൃത വാസസ്ഥലം എന്ന് പറയും, കേന്ദ്രീകൃതമാണത്. അപ്പോൾ അത് ലിസൺ മുഴുവനായിട്ട് എഴുതാണ്ട് നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. ഇത് നമ്മൾ പറയും റെയിൽവേ, നമ്മൾ പച്ച മലയാളത്തിൽ പറയും റെയിൽവേ എന്ന് പറയും. ഓക്കെ സാർ, റെയിൽവേ കിട്ടി. പക്ഷെ ഇത് വെറും റെയിൽവേ അല്ല, ഇത് റെയിൽവേ മീറ്റർ ഗേജ് ആണ്. റെയിൽവേ മീറ്റർ ഗേജ് എന്ന് പറയും. ഈ മീറ്റർ ഗേജ് എന്ന് എഴുതിയില്ലെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടൂല. നമ്മൾ റോഡ് എന്ന് പറയും. ഇത് വെറും റോഡല്ല, ടാറിടാത്ത റോഡാണിത്, ടാറിടാത്ത റോഡ്. ഓക്കെ, ടാറിടാത്ത റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റൽഡ് റോഡാണ്. ഈ അൺമെറ്റൽഡ് റോഡ്. ഓക്കെ, ഈ അൺമെറ്റൽഡ് റോഡാണ് ഈ പറയുന്ന ഈ ഡോട്ടഡ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവസാനത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് കോണ്ടൂർ ലൈൻസ് ആണ്, കോണ്ടൂർ രേഖകളാണ്, അഥവാ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതണം. ഈ ആദ്യത്തെ 3 തെറ്റാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അശ്രദ്ധ കാരണമാണ്, നമുക്ക് അറിയാത്ത കാരണമല്ല. ഇനി ഇതിനെ കളർ എഴുതാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലല്ലോ, കളറുകളും കൂടെ നോക്കി വെക്കണം. ഇത് 4 മാർക്കിന് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമ്മുടെ 5th ചാപ്റ്ററിൽ നിന്നും ഇത് പഠിക്കേണ്ട ആരും പോകണ്ട. ഇത് ഏതെങ്കിലും ഒരു ഫോമിൽ ചോദിക്കും നമ്മളോട്. ഇപ്പോൾ ഫീസ് എന്താണ്, ഫൈൻ എന്താണ്, പെനാൽറ്റി എന്താണ്, ഇതെന്താണെന്ന് ചോദിക്കാം. ഫീസ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സർവീസ് ആയിട്ടുള്ള ഏതെങ്കിലും ലൈസൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫീസ്, അതാണ് ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻ ആൻഡ് പെനാൽറ്റി എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നിയമം നമ്മൾ തെറ്റിച്ചാൽ, അതായത് ഫോർ എക്സാമ്പിൾ ട്രാഫിക് റൂൾസ് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്നതാണ് ഫൈൻ ആൻഡ് പെനാൽറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വയലേറ്റിംഗ് ലോസ്. ഓക്കെ, യെസ്, നിയമലംഘനത്തിനുള്ള പിഴയാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് എന്ന് പറയുന്നത് ഫൈൻ ആൻഡ് പെനാൽറ്റി. നെക്സ്റ്റ് ഗ്രാൻഡിന് ഞാൻ എപ്പോഴും പറയും ഗ്രാൻഡ് പാരൻസിനോട് ചേർത്ത് വെക്കാം. ഗ്രാൻഡ് പാരൻസ് വെറുതെ പൈസ തരും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു ഗവൺമെന്റിന് വെറുതെ കിട്ടുന്ന പൈസയെ നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ എയ്ഡ്. ഈ എയ്ഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സഹായം എന്നാണ്. എയ്ഡ് എന്ന് വെച്ചാൽ സഹായം എന്നാണ് അർത്ഥം, ഒരു സഹായം. അപ്പം സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമോ മറ്റ് സർക്കാരുകൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് കിട്ടുന്ന വെറുതെ കൊടുക്കുന്ന പൈസ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി. ഇപ്പോൾ ഫ്ലഡിന്റെ സമയത്തൊക്കെ ഒരുപാട് പൈസ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട് എയ്ഡായിട്ട് അല്ലെങ്കിൽ സഹായമായിട്ട്. അതെല്ലാം ഗ്രാൻഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് പൈസ വെറുതെ കൊടുക്കാറുണ്ട്. വെറുതെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, കുടിവെള്ള പദ്ധതി അങ്ങനെയൊക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇതൊക്കെ വേണ്ടിയിട്ട്. യെസ്, അതൊക്കെ ഗ്രാൻഡ് ആണ്. നെക്സ്റ്റ്, ഗവൺമെന്റ് ഒരുപാട് പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഇൻഡിവിജ്വൽസിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസിനൊക്കെ അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റുകൾക്ക് ആയിക്കോട്ടെ ലോൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മറ്റ് കൺട്രീസിനും അതുപോലെ ഏജൻസീസിനും എന്റർപ്രൈസസിനൊക്കെ കൊടുക്കുന്ന ലോണിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ്. ഗവൺമെന്റിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരുപാട് പ്രോഫിറ്റ് വരുന്നുണ്ട്. ആ പ്രോഫിറ്റ് ആണ് അടുത്തത്. ഓക്കെ, യെസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം, അതുപോലെ KSRTCയിൽ നിന്ന് ലാഭം വരുന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഗവൺമെന്റിന്റെ എന്റിറ്റിയിൽ നിന്ന്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അഥവാ ലാഭം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ധനനയം. ഇത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്താ സാറേ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ? നമുക്ക് ആദ്യം അറിയാവുന്ന പബ്ലിക് ഫിനാൻസ് ആണ്, അതായത് പബ്ലിക് ഡെപ്റ്റ്, അത് പൊതുധനകാര്യം. അതായത് പൊതു വെച്ച് തുടങ്ങുന്ന 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പബ്ലിക് ഫിനാൻസ്, പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. ഈ 3 കാര്യങ്ങൾ, പൊതു കടം, പൊതു വരുമാനം ആൻഡ് പൊതു ചെലവ്. ഈ 3മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷൻസ്, തീരുമാനങ്ങളും, ഇതാണ് എന്തെന്ന് പറയുന്നത്, ധനനയം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നയങ്ങൾ, തീരുമാനങ്ങൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഗവൺമെന്റ് പോളിസി റിഗാർഡിംഗ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ് ഓർ കോൾഡ് ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഗവൺമെന്റിന്റെ പൊതു വരുമാനം കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ, ചെലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, അതുപോലെ കടം കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അതുപോലെ ഇൻകം കൂട്ടണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട നയങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്, ധനനയം എന്ന് പറയുന്നത്. അതിന് ലക്ഷ്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. എക്കണോമിക് സ്റ്റെബിലിറ്റി 4 പോയിന്റ് നിർബന്ധമായിട്ടും, വെച്ചാൽ അങ്ങേയറ്റം നിർബന്ധമായിട്ട് 4 പോയിന്റ് പഠിച്ചു വെക്കണം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാം, അൺനെസസറി എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, സ്റ്റെബിലൈസ് പ്രൈസ് ആൻഡ് വേജസ്. ഓക്കെ, വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുക, വളർച്ച കൈവരിക്കുക, അതുപോലെ വില നിയന്ത്രിക്കുക, ഒരു കാര്യം ഇവിടെ വിട്ടുപോയി, വില നിയന്ത്രിക്കുക, ഇങ്ങനെ ഒരുപാട്, അറ്റൈൻ ഗ്രോത്ത്. ഓക്കെ, യെസ്, ഇതെല്ലാമാണ് ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6th ചാപ്റ്ററിൽ നിന്നൊരു ചേരുംപടി ചേർക്കാം. മാച്ച് ദ ഫോളോയിങ്, ഇതൊക്കെ പണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഒരു
ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണോ സൺസിങ്ക്രോണസ് ആണോ? ഇൻസാറ്റ് എന്ന് പറയുന്ന ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. IRS സൺസിങ്ക്രോണസ് സാറ്റലൈറ്റ് ആണ്. അയ്യോ ഇതെല്ലാം കറക്റ്റ് മാച്ച് ചെയ്ത് പോയിട്ടോ. സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ഭാഗമാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് എന്ത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി അത് മാച്ച് ചെയ്ത് പോയി, സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം മാച്ച് ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് വിടാം. ഓക്കെ, എന്തായാലും ഇത് നോക്കി വെക്കണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇനി നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് സ്റ്റീരിയോ പെയർ എന്ന് നോക്കാം, അതുപോലെ എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ രാത്രിയിലെ ലൈവിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇന്ന് രാത്രി നമ്മുടെ ലൈവ് ഉണ്ടല്ലോ, ആ ലൈവ് സെഷനിൽ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണ്, സ്റ്റീരിയോ പെയർ എന്താണ്, സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. കാരണം ഇന്ന് രാത്രി നമുക്ക് 7 മണിക്ക് 7 PM അടിപൊളി ഒരു ലൈവ് സെഷൻ ഉണ്ട്. ആ ലൈവ് സെഷനിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓവറോൾ. ഓക്കെ, എപ്പോഴാണ് സമയം? രാത്രി 7 മണിക്ക് നമ്മുടെ ഏകണ്ട ചാനലിൽ ഞാനും അജ്സൽ സാറും യദു സാറും ഇവിടെ വരുന്നുണ്ട്. ഓൾ ചാപ്റ്റേഴ്സ് മൊത്തം നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അടിപൊളിയാക്കി നിങ്ങൾ വിടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നമ്മൾ പൊളിച്ചടുക്കിയിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ടാറ്റാ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കുകയേ ചെയ്യരുത്. താഴെ നല്ലൊരു കമൻറ്റും കൂടെ പാസ്സാക്കാം. അപ്പം ടാറ്റാ ബൈ, കാണാം. താങ്ക് യു, ബൈ.